ഇന്ന് എൻ്റെ അമ്മയുടെ മരിച്ച ദിവസം. എൻ്റെ അമ്മയുടെ 9ാമത് ചരമവാർഷികം. ഏതൊരു വ്യക്തിക്കും അമ്മയെപ്പറ്റി പറയുവാൻ ഒത്തിരിയുണ്ട്, ഒത്തിരി ഒരുപാട്. അല്ലെങ്കിൽ അവൾ കണ്ടിട്ടുള്ള ഏറ്റവും സുന്ദരിയായ സ്ത്രീ അവൻ്റെ അമ്മയായിരിക്കും. അമ്മയെപ്പറ്റി പലതും പറയാനുണ്ട്. പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ അമ്മയുടെ ഒരു പ്രത്യേകത പറയാനാണ്. എൻ്റെ അമ്മ നല്ല ഒരു അമ്മായിയമ്മയായിരുന്നു. പലർക്കും കാണാൻ സാധിക്കാത്ത ഒരു പ്രത്യേക വ്യക്തിത്വം എൻ്റെ അമ്മയിലുണ്ടായിരുന്നു. എൻ്റെ അമ്മ നല്ല ഒരു അമ്മായിയമ്മയായിരുന്നു. അമ്മയ്ക്ക് വീട്ടിൽ വന്ന മരുമക്കൾ, അതായത് വിശേഷിച്ച് ആൺകുട്ടികൾ കൊണ്ടുവന്ന ഭാര്യമാർ, അവരോട് അമ്മ എന്നും സ്വന്തം മക്കളെപ്പോലെ കണ്ടിരുന്നു എന്നതാണ് എൻ്റെ അമ്മയുടെ ഒരു പ്രത്യേകത. നിങ്ങൾക്കൊക്കെ അറിയാം, കാരണം ഞാൻ പലപ്പോഴായി വീഡിയോയിൽ എൻ്റെ അമ്മയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്നും ഉയർന്നു വന്നതാണ് ഞങ്ങളുടെ കുടുംബം. വിശേഷിച്ച് അമ്മ ഞങ്ങളെയൊക്കെ വളർത്തിയെടുത്തത് ഇല്ലായ്മയുടെ ഒരു കാലത്തിലെ കഥ പറയുമ്പോൾ എൻ്റെ പല വീഡിയോകളിലും നിങ്ങൾ എൻ്റെ അമ്മയെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മയോടും അച്ഛയോടും ഒക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ 5 ആണും ഒരു പെണ്ണുമാണല്ലോ, ഈ ആമക്കളെയൊക്കെ ഇറക്കി പാടത്തോട്ടും കണ്ടത്തിലോട്ടും ഒക്കെ പണിയാൻ പറഞ്ഞു വിട്ടാൽ നിങ്ങൾക്കൊക്കെ സുഖമായിട്ട് ജീവിക്കാനാവില്ലേ എന്ന് മുൻപിൽ മക്കളെയൊക്കെ പഠിപ്പിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി മറുനാട്ടിലേക്കൊക്കെ അവരെ പറഞ്ഞു വിട്ടപ്പോഴും അമ്മയുടെ ആ വിശപ്പ് ഒരുപക്ഷെ മാറിയിരുന്നോ എന്ന് സംശയം. മുണ്ട് മുറുക്കി ഉടുത്ത് എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കിയതാണ് എൻ്റെ അമ്മ. പിള്ളേരെയൊക്കെ പണിക്ക് വിടരേ, കടത്തിലോട്ട് വിട്, നിനക്ക് പിന്നെ ചുമ്മാതിരും തിന്നാ പോരെ, 5 എണ്ണമല്ലേ തടിമാടന്മാർ എന്ന് പറഞ്ഞവരുടെ മുൻപിൽ മുണ്ട് മുറുക്കി ഉടുത്ത് മക്കളെ പഠിപ്പിച്ച ഒരമ്മ. മക്കൾ വിവാഹം കഴിച്ച് ഓരോ കുട്ടികളെയും പെൺകുട്ടികളെയും വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വന്തം മക്കളെക്കാൾ കൂടുതൽ സ്നേഹിച്ച ഒരമ്മ. ഇത് എൻ്റെ വാക്കുകളല്ല, അറിയാൻ വയ്യാത്തവർ മുക്കാഞ്ഞിരം എന്ന എൻ്റെ കൊച്ചു ഗ്രാമത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് ചോദിക്കണം എൻ്റെ അമ്മയെപ്പറ്റി. ആദ്യം വരുന്നത് എൻ്റെ മൂത്ത ചേച്ചിയെ, അതും ഇല്ലായ്മയുടെ കാലത്ത് റബ്ബറിൻ്റെ കരികിലിട്ട് മുറ്റത്ത് വെള്ളം ചൂടാക്കിയ സമയം ഞാൻ ഓർക്കുന്നുണ്ട്. അതിനായി ഉപയോഗിച്ചിരുന്ന വിറയില്ലായിരുന്നു. അത് അന്നത്തെ കാലത്ത് റബ്ബറിൻ്റെ കരികിലെ, അതൊക്കെ അങ്ങോട്ട് വെച്ചാൽ മതി, അന്നിപ്പോൾ കത്തിപ്പോ. അന്ന് വന്നതാണ് ബിരുദവും ബിരുദാനന്ദ ബിരുദവുമുള്ള എൻ്റെ ആദ്യത്തെ വല്യേച്ചി വന്നത്, മൂത്ത വല്ലിച്ചാൻ്റെ ഭാര്യ. അന്ന് ആ വല്യേച്ചി ഞങ്ങളോട് സഹകരിച്ചത് അവിസ്മരണീയമാണ്. കാരണം നല്ല സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടിൽ നിന്നാണ് എൻ്റെ മൂത്ത ചേച്ചി ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. പിന്നീടുള്ള കഥ നമുക്കൊക്കെ അവിശ്വസനീയമാണ്. എൻ്റെ അമ്മയെ ഇതുപോലെ സ്നേഹിച്ച ഒരു മരുമക്കൾ ഉണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. ഉണ്ടെന്നുള്ളത് മറ്റൊരർത്ഥം. എങ്കിൽ പോലും എൻ്റെ അമ്മയുമായി ഈ വല്യേച്ചിക്ക് വളരെ നല്ല സംബന്ധമായിരുന്നു. സ്വന്തം അമ്മയെപ്പോലെ കണ്ടു എൻ്റെ അമ്മയും തിരിച്ചു. ഞാൻ പറഞ്ഞു കേട്ടുണ്ട്, എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പം ഈ വല്യേച്ചി ഒരു തുക കൊണ്ട് ആരും കാണാതെ അമ്മയുടെ കയ്യിൽ കൊടുക്കും. അത്രയ്ക്ക് സ്നേഹബന്ധമായിരുന്നു അവർ. വല്ലിച്ചായൻ കല്യാണം കഴിച്ച് വരുമ്പോൾ കൈ പിടിച്ച് മുറിക്കകത്തോട്ട് കയറ്റുവാൻ അമ്മായിമ്മയാണല്ലോ, അതായത് ചെറുക്കൻ്റെ അമ്മയാണല്ലോ പോകേണ്ടത്. എൻ്റെ അമ്മ അന്ന് മടിച്ചു നിന്നിരുന്നു എന്ന് അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അമ്മ കറുത്തതാണ്, അധികം വണ്ണമില്ല. കാരണം കഷ്ടപ്പാടിൻ്റെ തിരുവെഴുത്തായി കാണുന്ന ഒട്ടിയ ശരീരം, മെലിഞ്ഞ ശരീരം, ഒട്ടിയ വയർ, ഒട്ടിയ കവിൾ, ഒട്ടിയ കണ്ണുകൾ. അമ്മയ്ക്ക് മടിയായിരുന്നു മരുമകളെ പിടിച്ച് മുറിക്കകത്തേക്ക് കയറ്റാൻ. ആ അമ്മയെ പിൽക്കാലത്ത് ഈ വന്ന മരുമകൾ കാണിച്ച സ്നേഹത്തിൻ്റെ ആഴവുമൊക്കെ വാക്കുകൾക്കൊക്കെ അതീതമാണ്. എല്ലാവരും പറഞ്ഞു കേട്ടുള്ള അമ്മായിമ്മ മരുമോൾ
എപ്പോഴും വഴക്കുണ്ടാക്കും, പ്രശ്നമുണ്ടാക്കുമെന്ന്. എൻ്റെ വീട്ടിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. രണ്ടാമത്തെ ചേട്ടൻ തമ്പിച്ചാൻ്റെ ഭാര്യ ആലീസ്. അതൊരു പ്രതിഭാസമായിരുന്നു. ഞങ്ങൾക്കൊക്കെ കിട്ടിയ ഒരു പുണ്യമായിരുന്നു ആലീസ് എന്ന എൻ്റെ രണ്ടാമത്തെ ചേട്ടത്തിയമ്മ. ഇന്നൊക്കെ ഞാൻ പോലും നല്ല നിലയിലൊക്കെ ആകുവാൻ സഹോദരങ്ങളെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് തൻ്റെ ഭർത്താവിൻ്റെ സഹോദരന്മാരെ ഓരോരുത്തരെയും സ്വന്തം മക്കളെ പോലെ കെട്ടിപ്പിടിച്ച് ഈ സഹോദരന്മാരെ കൊണ്ട് അമ്മയെ എന്ന് വിളിപ്പിച്ച ചേട്ടത്തിയമ്മ എന്ന വാക്കിന് അന്വർത്ഥമാക്കിയ എൻ്റെ രണ്ടാമത്തെ ചേട്ടത്തി ആലീസ്, തമ്പിച്ചാൻ്റെ ഭാര്യ. ആ ചേച്ചിയാണ് പിൽക്കാലത്ത് ഈ അമ്മയെ നോക്കുന്നതും അമ്മയുടെ കാലാവസാനത്തോളം അമ്മയ്ക്ക് വെള്ളം കൊടുക്കുന്നതും. ഞാനെന്നല്ല, എൻ്റെ നാട്ടുകാർ പോലും ഇന്നേ വരെ എൻ്റെ അമ്മയും ഈ ആലീസ് ചേച്ചിയും രണ്ടാമത്തെ ചേച്ചിയും വഴക്കുണ്ടാക്കുന്നതോ ഒരു തർക്കമുണ്ടാകുന്നതോ കണ്ടിട്ടില്ല എന്നുള്ളത് ഉറപ്പ്. പിന്നെ എന്തേ പലരും പറയുന്നു അമ്മായിമ്മയും മരുമകളും വഴക്കുണ്ടാക്കും, അമ്മായിമ്മയും മരുമകളും ചേരത്തില്ല എന്ന്. സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും. പിന്നെ വരുന്ന പെൺകുട്ടികളും മരുമകളായി വരുന്നവരും ആ വീട്ടിൽ വരുന്നവരും അല്പമൊക്കെ വിവരമുള്ളവരും നല്ല കുടുംബത്തിൽ നിന്നും വരുന്നവരൊക്കെ ആയിരിക്കണം എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. എൻ്റെ അമ്മ മരുമക്കളെ, പിന്നെയും മരുമക്കളുണ്ട്, അവരെയൊക്കെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചു. അവരെല്ലാം ആ സ്നേഹം തിരിച്ചു കൊടുത്തു. അവർ മാത്രമല്ല, നാട്ടിലുള്ളവരും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ ഒന്നുമില്ലായ്മയിലാണ് ഞങ്ങളെ വളർത്തിയെടുത്തത്. കറുത്ത് മെലിച്ച എൻ്റെ അച്ചായി എൻ്റെ അമ്മയെ വിളിച്ചിരുന്നത് കൊച്ചാപ്പി എന്ന്. ആ കൊച്ചാപ്പി കറുത്ത സുന്ദരിയായിരുന്നു, കറുത്ത സുന്ദരി. ലോകത്തിൽ ആരും കാണാത്തത്ര സുന്ദരി. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ അമ്മ സുന്ദരി തന്നെയാണ്. കൊച്ചാപ്പി എന്ന എൻ്റെ അച്ചായൻ്റെ ഭാര്യ, അതായത് എൻ്റെ അമ്മ. അന്ന് അമ്മ കഷ്ടപ്പെടുന്ന കാലത്ത്, അമ്മ ഒന്നുമില്ലായ്മയുടെ കാലത്ത് അച്ചായുടെ വരുമാനം കൊണ്ട് മാത്രം ജീവിക്കാൻ സാധിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പം പാടത്തേക്ക് ഇറങ്ങാൻ മടിക്കാത്ത അമ്മ, കവടയും പറിക്കാൻ മടിക്കാത്ത എൻ്റെ അമ്മ, വെയിറ്റ് എടുത്ത് തലയിൽ വെച്ച് അത് പുല്ല് വിറ്റിട്ട് വീട് കഴിയുവാൻ മടിക്കാത്ത എൻ്റെ അമ്മ, ഏത് സമയത്തും പണിക്ക് പോകാൻ തുനിഞ്ഞു നിൽക്കുന്ന അമ്മ, പാടത്തിറങ്ങി ഈ പുല്ല് പറിക്കുന്നത് മാത്രമല്ല, കൊയ്യാനും മെതിക്കാനും കളത്തിൽ പോയി കാലിലേക്ക് ഈ നെല്ലിൻ്റെ തുമ്പുകളുള്ള ഈ ആണികൾ പോലുള്ള മുള്ളുകൾ തളച്ചു കയറുമ്പോൾ വേദനിക്കാത്ത എൻ്റെ അമ്മ, മക്കളെ ഇത്രയും പേരെയും വളർത്താൻ എല്ലാവരും അമ്മയും പോലും കഷ്ടപ്പെട്ടു. നിങ്ങളെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, മക്കളും തിരിച്ച് സ്നേഹിച്ചിട്ടുണ്ട്, മരുമകളുമാരും സ്നേഹിച്ചിട്ടുണ്ട്. അമ്മ ഒന്നുമില്ലായ്മയിൽ നിന്നും വളർത്തി മൂത്ത മകനെ പഠിപ്പിച്ച് അതായത് വല്ലിച്ചാൻ്റെ ശബ്ദത്തിൻ്റെ പേരിൻ്റെ മുൻപിലായി അപ്പുറത്തായി എഴുതി വെച്ചു MBBS ഡോക്ടർ. വല്ലിച്ചാൻ ചെയ്തത് എന്താണെന്നറിയാമോ? മറ്റുള്ളവരൊക്കെ കറുത്ത സ്ത്രീയെ മാറ്റി നിർത്തുമ്പോൾ ഇതെൻ്റെ അമ്മയെന്ന് പറയാൻ മടിക്കുമ്പോൾ ഈ വല്ലിച്ചായൻ ബാംഗ്ലൂർ ഫ്രീസർ ടൗണിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പം എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് ബാംഗ്ലൂരിൽ പോയി. പുഞ്ചപ്പാടം മാത്രം കണ്ട് വന്ന അമ്മയോട് പറഞ്ഞു, അമ്മേ വാ, ബാംഗ്ലൂർ നഗരം എന്തെന്ന് ഞാൻ നിനക്ക് അമ്മയ്ക്ക് കാണിച്ചു തരാമെന്ന്. എൻ്റെ അമ്മയെ ബാംഗ്ലൂർ നഗരത്തിൽ കൊണ്ടുപോയി. അന്ന് ഞാനും ബാംഗ്ലൂരുള്ള സമയമാണ്. വിധാൻ സൗദിൻ്റെയും കബേൺ പാർക്കിൻ്റെയും ഒക്കെ മുൻപിൽ നിന്ന് ഫോട്ടോ എടുത്തപ്പം ലാൽബാഗിൻ്റെയൊക്കെ അവിടെ നിന്ന് ഫോട്ടോ അമ്മയെടുത്തത് ഞങ്ങൾ ഇന്നും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അന്ന് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തത് ഞാനായതുകൊണ്ടാണ് ഇത്ര തീർത്ത് പറയുന്നത്. വല്ലിച്ചാൻ ഈ കറുത്ത അമ്മയെ മറ്റുള്ളവർ അമ്മയെന്ന് വിളിക്കാം പുച്ഛിച്ചും മടിച്ചും നിൽക്കുമ്പം നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പുണർന്നുകൊണ്ട് ബാംഗ്ലൂർ നഗരത്തിലെ വലിയ വലിയ സൗധങ്ങളെ മുമ്പിൽ നിന്ന് അന്നത്തെ കാലത്ത് ഫോട്ടോ എടുത്ത് എൻ്റെ വല്ലിച്ചാനും കൂട്ടത്തിലൊപ്പം നിന്ന ചേച്ചി, അതിനെല്ലാം കാരണക്കാരി അല്ലെങ്കിൽ ആ ചേച്ചിയുടെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല വല്ലിച്ചാൻ ഇതൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനത്തെ മരുമക്കൾ വരണം. പിന്നീട് വന്ന ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ ചേച്ചി ഈ ആലീസ് ചേച്ചി, ഞങ്ങളുടെയൊക്കെ പുണ്യം. ഞങ്ങളൊക്കെ എന്ത് പുണ്യം ചെയ്തിട്ടാണോ ഇത്രയോ നല്ലൊരു സ്ത്രീയെ എൻ്റെ ചേട്ടനെ കിട്ടിയതെന്ന് ഞങ്ങൾ അറിയാതെയാണെങ്കിലും നന്ദിയോടെ ഓർത്തു പോകും. എൻ്റെ അമ്മയൊക്കെ ഇത്രത്തോളം സ്നേഹിച്ചു. ഞാൻ പറഞ്ഞത് ഇതിനെയുണ്ട്, മരുമക്കൾ ബാക്കിയുണ്ട്, പറയാൻ ഒത്തിരിയുണ്ട്. അതിലൊക്കൊന്നും ഞാൻ കിടക്കുന്നില്ല, സമയം കഴിഞ്ഞുകൊണ്ട് പറയുക. അമ്മായിയമ്മ മരുമക്കൾ വഴക്ക് ഉണ്ടാകുന്നു, പ്രതിബദ്ധതകൾ ഉണ്ടാകുന്നു, പരസ്പരം കലഹിക്കുന്നു, തമ്മിൽ വഴക്കടിക്കുന്നു എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് സ്നേഹം കൊണ്ട് മാത്രം
അവരുടെ മനസ്സ് കീഴടക്കിയ ഒരമ്മയായിരുന്നു എൻ്റെ അമ്മ. ഇതിന് എൻ്റെ നാട് തെളിവ്, എൻ്റെ നാട്ടുകാർ തെളിവ്. അങ്ങനെയായിരുന്നു എൻ്റെ അമ്മ. അത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരമ്മ എങ്ങനെയായിരിക്കണം, ഒരു മരുമകളും എങ്ങനെയായിരിക്കണമെന്ന് ജീവിച്ച് കാണിച്ച് എൻ്റെ അമ്മയുടെ ഓർമ്മ ദിവസമാണെന്ന്. ഉള്ളിൽ സ്നേഹത്തിൻ്റെ പല കഥകളും പറയാനുണ്ട്. ഇത് മാത്രം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. സ്നേഹം കൊടുത്താൽ, സ്നേഹിച്ചാൽ വരുന്ന മരുമക്കളെ മക്കൾ കൊണ്ടുവരുന്ന അവരുടെ ഭാര്യമാരെ ജീവന തുല്യം സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ചാൽ അവരും തിരിച്ചു സ്നേഹിക്കും. ഇന്ന് അതിൻ്റെ ബാക്കി പത്രമായി എൻ്റെ പെങ്ങളിന്ന് ജീവിച്ചിരിപ്പുണ്ട്, മോളമ്മ പോൾ. അതിൻ്റെ ബാക്കി പത്രമായി ഞാനൊരു കാര്യം കൂടി വീഡിയോ നിർത്തുന്നതിന് പറയട്ടെ. ഇന്നേ വരെ എൻ്റെ പെങ്ങള് ഞങ്ങളുടെ ഭാര്യമാർ, അതായത് നാത്തുമാരെ ഒരു അക്ഷരം പറഞ്ഞ് പിണക്കുന്നതോ വഴക്കുണ്ടാക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല. നാത്തും പോരെന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടേ ഇല്ല. അവളും എൻ്റെ അമ്മയുടെ മാതൃക എന്ന പോലെ നാത്തുമാരെ, അതായത് ഞങ്ങളുടെയൊക്കെ ഭാര്യമാരെ ഇത്രത്തോളം സ്നേഹിക്കുന്നു. സ്നേഹം കൊടുത്താൽ കിട്ടും. ഞാൻ മുല്ലത്തലം അലി മുക്കാഞ്ഞിരം അഥവാ സോമൻ, ഭോപ്പാൽപുര.